ജൂത പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നു, തൂക്കിക്കൊല്ലുന്നു. ഓട്ടോമാൻ ഭരണകാലത്ത് ജെറുസലേമിൽ സുന്ദരികളായ യഹൂദ സ്ത്രീകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരുടെ ഭർത്താക്കന്മാരെ ചതിയിലും വഞ്ചനയിലും കൊന്നുതള്ളി ആ സ്ത്രീകളെ റേപ്പ് ചെയ്ത് അക്രമം അനീതിയും അഴിച്ചുവിട്ടിരുന്ന ഒരു കാലമായിരുന്നു ഓട്ടോമാൻ ഭരണകാലം. ഓട്ടോമാൻ രാജാവായ വസീഫ് ജവാരിയ അദ്ദേഹം ജെറുസലേം സന്ദർശിക്കുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹം വന്ന ആ സമയത്ത് തന്നെ ജെറുസലേമിൽ അദ്ദേഹം കണ്ട കാഴ്ച അദ്ദേഹം ഇവിടെ വർണ്ണിക്കുകയാണ്. വെള്ള വസ്ത്രം ധരിച്ച ഒരു അറബിയുടെ മൃതശരീരം ഒരു മരത്തിൽ തൂങ്ങിക്കിടക്കുന്നത് കാണുന്നു. ഇത് ജാഫ ഗേറ്റിനടുത്താണ്. 1915 മാർച്ച് 30 ജമാൽ പാഷ 2 അറബി പട്ടാളക്കാരെ ബ്രിട്ടീഷ് ചാരന്മാരാണെന്ന് കുറ്റം ചുമത്തി ഡമസ്കസ് ഗേറ്റിന് സമീപം വെച്ച് കൊന്നുകളയുന്നു. തന്നെയുമല്ല, ഗാസയിലെ മുഫ്തിയെയും അദ്ദേഹത്തിൻ്റെ മകനെയും വധിക്കുന്നു. ഇവരെല്ലാം മരത്തിൽ തൂക്കിക്കൊല്ലുകയാണ് ഉണ്ടായത്. വെള്ളിയാഴ്ചത്തെ ജുമാ നമസ്കാരത്തിന് ശേഷം പൊതുജനങ്ങൾക്ക് ഇവ കാണുന്നതിന് വേണ്ടി ഗേറ്റ് തുറന്നു കൊടുക്കുന്നു. അങ്ങനെ ജനങ്ങൾ അത് കണ്ട് ഭയപ്പെടുവാനും രാജാവിനെ ഭയപ്പെട്ട് ജീവിക്കാനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ളതായ പരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരുന്നത്. തുർക്കിയിൽ നിന്നും വന്ന ഓട്ടോമാൻ ഭരണാധികാരികൾ മുസ്ലിങ്ങളാണ്. അവർ അതിക്രൂരമായി കൊന്നൊടുക്കുന്നതും അറബി മുസ്ലിങ്ങളെയാണ് എന്ന് നാം പ്രത്യേകം ഓർക്കണം. In August 1915, he takes ruthless action against the traitors. 1915 അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഒറ്റുകാരെ, അതായത് അറബികൾ മുഴുവൻ ബ്രിട്ടീഷുകാരുടെ ഒറ്റുകാരാണെന്നും അദ്ദേഹം അവരെക്കുറിച്ച് മനസ്സിലാക്കി അങ്ങനെ അവരെ കൊന്നൊടുക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം ചെയ്തുകൊണ്ടതായ ഈ അറബികളോടുള്ള ക്രൂരകൃത്യങ്ങൾ. He hanged 15 prominent Arabs near Beirut, and then in May 1916 another 21 in Damascus and Beirut. ഇപ്പോൾ ബെയ്റൂത്തിലും ദമാസ്കസിലുമായി അദ്ദേഹം മെയ് മാസം ആദ്യം അദ്ദേഹം 15 അറബികളെ ഇങ്ങനെ കൊന്നു തൂക്കിയിട്ടു. അതിനുശേഷം 1916 മെയ്യിൽ വീണ്ടും 21 പേരെ ഇതേപോലെ മരത്തിൽ തൂക്കി കൊല്ലുകയാണ് ചെയ്തിരുന്നത്. അറബി മുസ്ലിങ്ങളെ മാത്രമല്ല, ജെറുസലേമിലെ സിയോണിസ്റ്റുകളെയും ഒറ്റുകാർ എന്ന് മുദ്രകൊത്തി അവരെയും ക്രൂരമായി വധിച്ചു വന്നു. കൂടാതെ 500 ജൂതന്മാരെ നാട് കടത്തുകയും ചെയ്തു. ജെറുസലേമിലെ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെ ക്രൂരമായി ഇങ്ങനെ മർദ്ദിച്ച് ഭീഷണിപ്പെടുത്തി റോഡുകൾ പണിയുന്നതിനും കെട്ടിടങ്ങൾ പണിയുന്നതിനും ആയി അവരെ വളരെയധികം കഷ്ടപ്പെടുത്തി അവരെ ഭക്ഷണം കൊടുക്കാതെ വിശ്രമം നൽകാതെ അങ്ങനെ പട്ടിണിക്കിട്ട് കൊന്നവരായ ആയിരങ്ങൾ ജെറുസലേമിലുണ്ടായിരുന്നു. ഇതുമൂലം പട്ടിണിയും രോഗവും മൂലം
മിക്കവരും പലായനം ചെയ്യുകയുമുണ്ടായി. By 1918, the Jewish population of Jerusalem had fallen from epidemic, starvation and deportation. അപ്പോൾ പട്ടിണി കൊണ്ട്, പകർച്ചവ്യാധികൾ കൊണ്ട്, അതുപോലെ തന്നെ നാട് കടത്തൽ, ഇങ്ങനെ ജെറുസലേമിലെ അവിടുത്തെ നിവാസികളായ ജൂതന്മാരെയെല്ലാം, ഒട്ടുമുക്ക ജൂതന്മാരെയും ഇങ്ങനെ അവർ നാട് കടത്തുകയുണ്ടായി. വാർ ആൻഡ് സെക്സ് ഇൻ ദ സിറ്റി, യുദ്ധത്തിൽ കൊല്ലപ്പെട്ട യോദ്ധാക്കളുടെ വിധവമാരും സ്കൂൾ ടീച്ചേഴ്സും ബലാത്സംഗത്തിന് ഇരയായി വന്നു. ഒരു നേരത്തെ അന്നത്തിന് ഗതിയില്ലാതെ അമ്മമാർ തങ്ങളുടെ പെൺകുട്ടികളെ വേശ്യാവൃത്തികൾക്ക് അയക്കുന്നു. ഓട്ടോമാൻ ഭരണാധികാരികളും പട്ടാളങ്ങളും കുതിര സവാരിക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന സ്ത്രീകളെ പിടിച്ചു കൊണ്ടുപോകുന്നു, അവരെ റേപ്പ് ചെയ്യുന്നു. ഇതൊരു നിത്യ തൊഴിലാണ് അവിടെ. ഇറ്റ് വാസ് എ ലവ്ലി ഡേ ഫോർ എവ്രി വൺ ഡ്യൂറിങ് the hard time when hunger and war were making people suffer. അപ്പോൾ യുദ്ധം കൊണ്ടും പട്ടിണി കൊണ്ടും പൊറുതിമുട്ടിയ ജനങ്ങളെ ഇങ്ങനെ ജനങ്ങളുടെ മേൽ അവരുടെ ആഘോഷമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. ഇറ്റ് വാസ് എ ലവ്ലി ഡേ ഫോർ എവ്രി വൺ ഡ്യൂറിങ് ദ ഹാർഡ് ടൈം വെൻ ഹങ്കർ ആൻഡ് വാർ വെയർ മേക്കിംഗ് പീപ്പിൾ സഫർ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ, അതിനുവേണ്ടി ഇരക്കുമ്പോൾ, സ്വന്തം പെൺമക്കളെ വേശ്യാവൃത്തിക്ക് വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ, അതൊക്കെയും ആഘോഷമായി കരുതി അവിടെ തിമിർത്താടുകയായിരുന്നു ഓട്ടോമാൻ രാജാക്കന്മാർ. ഓൺ 27 April 1915, the anniversary of Sultan Muhammad's succession, അപ്പോൾ ഏപ്രിൽ 27, 1915 ഏപ്രിൽ 27 സുൽത്താൻ മുഹമ്മദിൻ്റെ ആനിവേഴ്സറി, വാർഷിക ഉത്സവമായിരുന്നു. അന്ന് ജമാൽ പാഷ ഇൻവൈറ്റഡ് ഒട്ടോമൻസ് ആൻഡ് ജർമ്മൻ കമാൻഡേഴ്സ്. ആ ദിവസം അദ്ദേഹം ജർമ്മനിയിലെ കമാൻഡേഴ്സിനെ, അതുപോലെ തുർക്കിയിലെ ഒട്ടോമാൻ സുഹൃത്തുക്കളെയും അതുപോലെ തന്നെ മറ്റ് ഭരണാധികാരികളൊക്കെ ജെറുസലേമിലേക്ക് ക്ഷണിച്ചു വരുത്തി. ആൻഡ് ദി ജെറുസലേമൈറ്റ്സ് ഗ്രാൻറ്റി ടു സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഇൻ ദി കമാൻഡിയേർഡ്. അങ്ങനെ ജെറുസലേമിലെ അമ്മമാരെയും സഹോദരിമാരെയും കൊച്ചു കുട്ടികളെപ്പോലെയും ഇവരെ അരമനയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ അവർക്ക് കാഴ്ചവെക്കുകയാണ് ചെയ്തിരുന്നത്. സുന്ദരികളായ ജൂത പെൺകുട്ടികളെ അവർ രാത്രി മുഴുവൻ ക്രൂരമായി ഇങ്ങനെ റേപ്പ് ചെയ്തു വന്നു. ജൂത സ്ത്രീയിൽ മോഹം തോന്നി ജമാൽ ലീ ഠനാബറ എന്ന് പറഞ്ഞൊരു കുട്ടിയെ വിവാഹം ചെയ്യുകയും, എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ കുട്ടിയെ നാം പിന്നെ കാണുന്നത് ഹോളി സെഫൽക്കറിനടുത്ത് ഒരു മരത്തിൽ തൂങ്ങിക്കിടക്കുന്നതായിട്ടാണ്. ജമാൽ 80,000 ജൂതന്മാരെ ജെറുസലേമിൽ നിന്നും റഷ്യയിലേക്കും ജർമ്മനിയിലേക്കും നാട് കടത്തി. ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നൊടുക്കിയ കാര്യമെല്ലാം നമുക്ക് അറിയുന്ന കാര്യമാണ്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇങ്ങനെ അതിദാരുണമായ, വളരെ ക്രൂരമായ, കിരാതമായ, മൃഗീയമായ ഒരു ഭരണമാണ് ഓട്ടോമാൻ രാജാക്കന്മാരെന്ന് ജെറുസലേമിൽ നടത്തിയിരുന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.